മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറിയിൽ കുട്ടികൾക്കായി ഒരു വായനാമൂല ഒരുക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ വായനയുടെ കാലത്ത് പുസ്തക വായനയുടെ അനുഭൂതി പുതിയ തലമുറയ്ക്ക് അന്യമാകാതിരിക്കുക എന്നതാണ് ലക്ഷ്യം. ബാലപ്രസിദ്ധീകരണങ്ങളും ചിത്രകഥകളുമൊക്കെയാണ് പ്രധാനമായും ഇവിടെയുള്ളത്. ബീൻ ബാഗുകളും കൃത്രിമ പുല്ലുമൊക്കെ വെച്ചാണ് വായനാമൂല ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ വരെ നമുക്കൊന്ന് പോയി വരാം. സാനിയോ ആണ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. സാനിയോ, കുട്ടിക്കാലത്തൊക്കെ നമുക്കിഷ്ടം പോലെ കഥപുസ്തകങ്ങൾ, അങ്ങനെയാണ് പറയാറ്, കഥപുസ്തകങ്ങൾ വാങ്ങിത്തരും. ബാലരമയും അമർചിത്രകഥയും പൂമ്പാറ്റയും മുത്തശ്ശിയും ഒക്കെ മാറി മാറി വായിച്ച് അതിനായി കാത്തിരുന്ന ഒരു കാലം. അതിൽ നിന്ന് ഇപ്പോഴത്തെ ഡിജിറ്റൽ വായനയിലേക്ക് പോയവർക്ക്, സീരീസുകളിലേക്ക് പോയ കുട്ടികൾക്ക് ഈ വായനാമൂല എത്രത്തോളം ഒരു വ്യത്യസ്ത അനുഭവമാകുന്നുണ്ട്? എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ? ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കതാണ് മനസ്സിലാവുന്നത്. കാരണം ഈ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് കുറേ നാളായി. ഇപ്പോൾ കിൻഡിലൊക്കെ വായിക്കുന്ന കാലം മാത്രമല്ല, കുട്ടികൾ ഇരുന്നിങ്ങനെ വായിക്കുന്നത് കാണുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഒന്നും കൊച്ചുകുട്ടികൾ വായിക്കുന്നുണ്ടാവില്ല, അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നുണ്ടാവില്ല. പലതരത്തിലുള്ള മറ്റു വായനകളൊക്കെ ആയിരിക്കും നടക്കുന്നത്. സീരിയസ് ആയ വായനയാണ്. എന്താ വായിക്കുന്നത്? ഞാനോ? ഞാൻ ഒരു കഥ വായിക്കുക. ഏതാ കഥ? കടൽ കൊള്ളക്കാർ. സ്ഥിരമായിട്ട് വായിക്കുന്ന കഥയാണോ ഇത്? ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇതും തുടങ്ങിയപ്പോ ഭയങ്കര സന്തോഷമായോ? ഓ. എപ്പാ വരാൻ തുടങ്ങിയേ? ഞാൻ മിഞ്ഞാന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും വരും? ചിലപ്പോ. അമ്മ അച്ഛനൊക്കെ എന്താ പറയുന്നത്? അമ്മ അച്ഛന് നല്ലപോലെ വായിച്ചാൽ നല്ലപോലെ വായിക്കാൻ പറ്റുമെന്ന് പറയൂ. അപ്പൊ അതുകൊണ്ടാ വായിക്കുന്നത് അല്ലേ? എന്താ മോന്റെ പേരെന്താ? കൃഷ്ണദേവ്. കൃഷ്ണദേവിന്റെ വീട് എവിടെയാ? പൊറക്കാട്ടിരി. ആരെവിടെ കൊണ്ടുവരല്ലേ? അച്ഛനാ കൊണ്ടുവന്നേ. ഇവിടെ ഈ ബീൻ ബാഗ് ഒക്കെ വെച്ച് നല്ല സെറ്റാക്കി അടിപൊളിയാക്കി. ഇത് ഇഷ്ടായോ? ഓ, ഇഷ്ടായില്ലേ? ഓക്കേ. അപ്പോ കൃഷ്ണദേവ് കഴിഞ്ഞിട്ട് വേറൊരു കുഞ്ഞു മോനും കൂടി ഇവിടെ. മോന്റെ പേരെന്താ? നിവേദ്. നിവേദിന് എന്താ ഇപ്പൊ വായിക്കുന്നേ? ഞാൻ മിന്നി. ഇഷ്ടാണോ? വായിക്കാൻ ഇഷ്ടാണോ? ആരാ വായിക്കാൻ പറയാറ്? പറയലൊന്നുമില്ല, അമ്മ പറയും വായിച്ചാൽ നല്ലതാണ്, നല്ലോണം എഴുതാനൊക്കെ പറ്റും. അങ്ങനെ എനിക്ക് വായിക്കുന്ന ഇഷ്ടമാണ്. ഈ ബീൻ ബാഗും ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കിയപ്പോൾ ഇഷ്ടമായി ഇവിടെ? ഇതിന് മുന്നേ ഇവിടെ വരാറുണ്ടോ? ഒരു മാസമായിട്ട് വരുന്നുണ്ട് അല്ലേ? എന്തായാലും അടിപൊളിയാണ്. അവർക്ക് ഒരു മാസം ഒരു കുഞ്ഞു പാവ ഇരുന്ന് വായിക്കുന്നുണ്ട്. ഇതെന്താ? ഇതാരാ? മാന? ഇതാരാ? അറിയില്ല അല്ലേ? ചേച്ചി വായിക്കാൻ അറിയോ? ഓ, എന്നാ വായിച്ചേ. ഇതില് നോക്കി അമ്മയാ വായിച്ചു തരല്? അപ്പൊ മോൻ കഥ കേക്കലാണോ? ഏത് കഥയാ ഇഷ്ടം? ഓക്കെ, അടിപൊളി കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒപ്പം അവരുടെ അമ്മമാരും ഉണ്ട്. ചേച്ചി, ഇങ്ങനെ വായനാ മുറികളൊക്കെ ഒരുക്കുന്നതിൽ എത്രത്തോളം കുട്ടികൾക്ക് നല്ലതാണ്? നമ്മുടെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ ആയിട്ടുള്ള മറ്റുള്ള മൊബൈലൊക്കെ കൊടുക്കണേക്കാട്ടും നല്ലത് ഇതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അവനെ വായിക്കാനും അതുപോലെ മണ്ണിൽ കളിക്കുമ്പോൾ വഴക്ക് പറയാറില്ല. മണ്ണ് വെള്ളമൊക്കെ കളിക്കുമ്പോൾ അത്രയും അതങ്ങോട്ട് പോകുമല്ലോ, മൊബൈലിൽ നിന്ന് അങ്ങോട്ട് ശ്രദ്ധ വിടുമല്ലോ. മൊബൈൽ കണ്ണിന് ഭയങ്കര സ്ട്രെയിനാണ്. ഒരു ദിവസം ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടായി കുറേ നേരം കണ്ടിട്ട്. വായിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എഴുതാനാണ് മടി. ഏതായാലും കുട്ടികൾക്ക് പൊതുവെ കഥ കേൾക്കുന്നതും അതൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നതും. ഇവിടെ ഇപ്പം നല്ല സെറ്റപ്പാണ്. അടിയിൽ ഇങ്ങനെ പുല്ലുകളൊക്കെ നിറച്ച് വെച്ചിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് വായിക്കാം. ഏതായാലും സാനിയോട് ഒരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞു വരുമ്പോ എന്റെ ഒരു അനിയത്തിയായിട്ട് വരുമല്ലോ. അപ്പോ സാനിയക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രത്തെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് വായിച്ചേ? ചിക്കാരി ശംഭുവാണോ, മായാവിയാണോ, രാജു രാധയോ? നാഗിനി അമ്മൂമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. നാഗിനി ഇഷ്ടമാണ്. അപ്പൊ മായാവിയാണ്. അമ്മൂമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മായാവി സീരീസ് ഇഷ്ടമാണ്. ഇപ്പോഴും മായാവിയൊക്കെ ഉണ്ട്. രാജു, രാധ, അങ്ങനെയുള്ള രാജു കൂട്ടുകാരൻ ഇവിടുന്ന് വായിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇരുന്ന് കുട്ടികൾ വായിക്കുന്നുണ്ട്. നമുക്കൊപ്പം ഇവിടുത്തെ ആളുകളും കൂടെ ഉണ്ട്. അവരും കൂടി ഇത് ആരാ ചെയ്തതെന്ന് അറിയണമല്ലോ. അതായത് ജില്ലാ ലൈബ്രറി ഓഫീസർ ഉണ്ട്, സൂപ്രണ്ട് ഉണ്ട്, അവരൊക്കെ ഉണ്ട്. എന്താണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് പുറകിലുണ്ടായിരുന്നൊരു? സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഈ ലൈബ്രറി 2017 ഏറ്റെടുത്തത്. അതിനുശേഷം 2019 ഇതിന് സ്റ്റേറ്റ് ലൈബ്രറി ആയിട്ട് പരിഗണന കൊടുത്ത് ഇങ്ങനൊരു വായനാമൂലം ഒരുക്കാനുള്ള കാരണം എന്താണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ 6500 മെമ്പർഷിപ്പാണ് ഈ ലൈബ്രറിക്കുള്ളത്. അവർ കുട്ടികളെയും കൊണ്ടാണ് പലപ്പോഴും ഇവിടെ എത്തുന്നത്. അപ്പോൾ കുട്ടികളെയും കൂടെ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം
എന്നുള്ളതുകൂടി അത് അവരും എന്ത് ചെയ്യുന്നുണ്ട്, പുസ്തകം എടുത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 20ഓളം ഇപ്പോൾ ആനുകൂല്യങ്ങൾ ഇവിടെ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. കുട്ടികൾക്ക് അതേപോലെ തന്നെ നല്ല പുസ്തക ശേഖരവുമുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു സുഖമായിരിക്കും കുട്ടികളെ ഇവിടെ ആക്കി. അതെ ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ലൈബ്രറി മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം വായനാമൂലം ഒരുക്കിയിട്ടുള്ളത്. ഇതിന് നല്ല സ്വീകാര്യതയാണോ കിട്ടുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നാണ് ഔദ്യോഗികമായിട്ട് തുറന്നു കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ മുമ്പ് തന്നെ ധാരാളം കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് ഞങ്ങളിതിന് ഇത് തുറക്കാൻ തന്നെ കാരണം മുതിർന്നവർക്ക് ഇവിടെ ഇരുന്ന് വായിക്കാനും റെഫറൻസ് ചെയ്യാനും ധാരാളം സൗകര്യമുണ്ട്. അപ്പോൾ രക്ഷിതാക്കളുടെ കൂടെ വരുന്ന കുട്ടികളും അതുപോലെ അല്ലാതെ വരുന്ന കുട്ടികളും അവർക്ക് ഈ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ആകർഷണീയമാക്കി ഒരുക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ മിന്നാമിന്നി, കളിക്കൊടുക്ക, ബാലരമ എന്തൊക്കെയാണ്. ഞാനിന്ന് ഇവിടുന്ന് പോകുന്ന തോന്നുന്നില്ല സുജയ. ഞാൻ ഇതൊക്കെ മുഴുവൻ വായിച്ചിട്ടേ പോലുണ്ടാവുള്ളൂ. ഏതായാലും എനിക്കിപ്പോ ഇതൊക്കെ വായിക്കാൻ ഒരു അവസരമുണ്ട് സാനിയോ. എനിക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ കിട്ടും. ഇഷ്ടം പോലെ വായിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കൊരു സ്ഥലം വേണം കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാൻ. ചേച്ചിക്ക് ശരിയാണല്ലോ, എല്ലാം കിട്ടും. പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. ഏതായാലും ഇവിടെ കാണുമ്പോൾ ഇങ്ങനെ കൊതിയാവാണ്, നരന്നിരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പോൾ സാനി ഒന്ന് രണ്ട് മിന്നാമിനിയൊക്കെ ഒന്ന് വായിച്ച് ഇവരിപ്പോ മിന്നാമിനിയൊക്കെ ഒന്ന് വായിച്ച് അതിലെ കഥയൊക്കെ നാളെ വരുമ്പോൾ പറഞ്ഞു തരണം. കഥയൊക്കെ വായിച്ച് അവിടെ ഇരിക്കും. നല്ല മഴയത്ത് ഒരു മിന്നാമിനിയൊക്കെ വായിച്ച് നമ്മുടെ സാനി അവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം കുറച്ച് കൂടുതൽ കാഴ്ചകൾ പറയാനുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യകാലത്തെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരായിരുന്നു? മായാവിയാണോ അതോ കബീഷാണോ ശിക്കാരി ശംഭു ആണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? നിങ്ങൾ വായിച്ച കഥാപുസ്തകത്തിലെ ആ കഥാപാത്രത്തെ കമന്റ് ചെയ്യൂ. ഞാൻ തിരിച്ചെത്താം.